ഹായ് ഓൾ ദിസ് കോക്ക്. ആസിഫ് അലി, സിനിമാ നടൻ ആസിഫ് അലിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ബാഡ് എക്സ്പീരിയൻസ് നമ്മളെല്ലാവരും കണ്ടു വീഡിയോയിൽ. മ്യൂസീഷ്യൻ രമേശ് നാരായണന് മിമൻറ്റോ കൊടുക്കാൻ വേണ്ടി ആസിഫ് അലി വരുന്നു. അദ്ദേഹം ആസിഫ് അലിയെ കണ്ട ഭാവം നടിക്കാതെ ഡയറക്ടർ ജയരാജിനെ വിളിക്കുന്നു. എന്നിട്ട് ആസിഫ് അലിയെ മാറ്റി നിർത്തിക്കൊണ്ട് അത് വാങ്ങിക്കുന്നു, മിമൻറ്റോ വാങ്ങിക്കുന്നു. അപ്പോൾ ഈ ഒരു സംഭവം കണ്ടാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ശുദ്ധ തെണ്ടിത്തരമാണ് രമേശ് നാരായണൻ കാണിച്ചിട്ടുള്ളത്. കാരണം ആസിഫ് അലിയെ വിളിച്ചിട്ട് ആസിഫ് അലി വരുന്ന സമയത്ത് ഒരാളൊരു സാധനം കൊണ്ട് നമുക്ക് തരാൻ വരുന്ന സമയത്ത് അയാളെ മൈൻഡ് ആക്കുന്നില്ല. അത് കയ്യിൽ വാങ്ങിച്ചിട്ട് ആസിഫ് അലി ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് രമേശ് നാരായണൻ. പുള്ളി മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പലപ്പോഴും അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട്. ഒരു പബ്ലിക്കിന് മുമ്പിൽ വെച്ചിട്ട് വലിയൊരു ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ചിട്ട് നമ്മളങ്ങ് ചൂളിപ്പോകുന്നൊരവസ്ഥ. സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ചിലപ്പോഴങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ക്ലാസ് റൂം എന്ന് പറയുന്നത് ഒരു ആൾക്കൂട്ടാണല്ലോ. നമ്മൾ തെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ പിടിക്കപ്പെടുന്ന അങ്ങനെയല്ല. നമ്മളൊരു കാര്യത്തിന് വിളിക്കുന്നു അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്തേക്ക് കയറി ചെല്ലുന്നു, അവിടെ നമ്മൾ അപമാനിക്കപ്പെടുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ഫീലിങ്ങാണ്. അതുപോലെ ആസിഫ് അലി ആലോചിക്കുകയാണ്, ഇങ്ങനെ പുള്ളി കുറച്ച് സമയം പുള്ളിയുടെ മൈൻഡ് എന്തായിരിക്കും, പുള്ളി അങ്ങ് ബ്ലാങ്ക് ആയി പോയിട്ടുണ്ടാവും. പക്ഷെ എന്നിട്ടും പുള്ളി വളരെ ചിരിച്ച് കൂളായിട്ട് നിന്നത്. ആസിഫ് അലി ഞാൻ ഒരു തവണ തലശ്ശേരി ഒരു ഹോട്ടലിലെ ലോബിയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളി എന്നെ കണ്ടൊന്നുമില്ല, ഞാൻ മാറി ആ മൂലയ്ക്ക് അവിടെ നിൽക്കുമായിരുന്നു. പുള്ളി ഷൂട്ടിങ് കഴിഞ്ഞ് വന്ന് കുറേ ആൾക്കാരെ കൂടി സ്വാഭാവികമായിട്ടും സെൽഫി എടുക്കാനൊക്കെ വരുമല്ലോ. പുള്ളിക്ക് വെറും സാധാരണക്കാരെ പരിവാരങ്ങളോ കൂടെ ആളുകളോ ബോഡി ഗാർഡ്സോ അല്ലെങ്കിൽ അസിസ്റ്റൻസോ മാനേജേഴ്സോ ഉണ്ടാവും. പക്ഷേ അങ്ങനെ കൂടെ ഇങ്ങനെ പറ്റി നടക്കൊന്നുമില്ല. പുള്ളി വന്നു, പുള്ളി ഇങ്ങനെ സംസാരിക്കുന്നു, ചിരിക്കുന്നു, വളരെ കൂളായിട്ട്. അതേ ആറ്റിറ്റ്യൂഡാണ് പുള്ളി ഇന്നും കാണിച്ച്. പുള്ളി അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചതുകൊണ്ട് കൂടിയാണ് ആളുകൾക്ക് ഇത്ര ഫീലായത്. അതിന് തൊട്ട് മുൻപേ പുള്ളി ഇങ്ങനെ സ്റ്റേജ് മറിയാതെ ഇങ്ങനെ കുനിഞ്ഞ് എല്ലാ ആൾക്കാരെയും ഇങ്ങനെ വിഷ് ചെയ്ത് MD ഒക്കെ ഇരിക്കുന്നുണ്ട്, മമ്മൂക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര മോശമായിപ്പോയി. അപ്പോൾ അത് രമേശ് നാരായണൻ കാണിച്ച തെണ്ടിത്തരം. പിന്നെ അതിന് മറുവാദം എന്ന് പറയുന്നത് രമേശ് നാരായണൻ മനസ്സിലായില്ല, പുള്ളിയുടെ പേര് സന്തോഷ് നാരായണൻ എന്ന് വിളിച്ചെന്നും പിന്നെ പുള്ളിയെ മാത്രം സ്റ്റേജിൽ കയറ്റിയില്ല എന്നും ബാക്കി മ്യൂസിക് ഡയറക്ടേഴ്സിന് സ്റ്റേജിൽ കയറ്റിയിട്ടാണ് ഇത് മിമൻറ്റോ കൊടുത്തതെന്ന് പറയുന്നു. വാറ്റവോ എന്തോ ആയിക്കോട്ടെ, ഒരാളൊരു സാധനം കൊണ്ടുവരുമ്പോൾ അത് വാങ്ങിക്കാനല്ലേ ഇനി മര്യാദ. അതില്ലാതെ എന്ത് മ്യൂസീഷ്യൻ, എന്ത് കലാകാരൻ, എന്ത് മറ്റേത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾക്ക് അത്രയും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് അങ്ങനെ ഒരു ആൾക്കൂട്ടത്തിന് മുന്നിൽ നമ്മൾ അപമാനിതരാകുന്നത്. അതുപോലെ ഭക്ഷണത്തിന് മുന്നിൽ അപമാനിതരാകുന്നത് മലയാളികൾ കണ്ട് ഏറ്റവും ഈ ഹോട്ടൽ ലാലേട്ടൻ്റെ ആ സീൻ അറിയാം. സുകുമാരി ചേച്ചി കഴിക്കാൻ ഇരുന്നിട്ട് എച്ചിലായി എന്നെല്ലാം പറഞ്ഞ് പുള്ളിയെ ഇലയെടുപ്പിച്ച് മടക്കി വിടുന്നത്. അതുപോലെ കാബൂളി വാലയിൽ എൻ്റെ ഫേവറേറ്റ് സീനാണ്. പാൽനിലാവിലും നൊമ്പരം പാട്ട് തുടങ്ങുന്നതിന് തൊട്ട മുൻപുള്ള സീന്. കന്നാസും കടലാസും കഴിക്കാതിരുന്നിട്ട് അകത്തുനിന്ന് അവർ സംസാരം ഓവർ ഹിയർ ചെയ്തിട്ട് എഴുന്നേറ്റ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ സംഭവമുണ്ട്. അതുപോലെ ഒരു ചെറിയൊരു ആൾക്കൂട്ടായാലും മതി, ഇതെല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകും, വലിയ ആളുകൾക്ക് ഉണ്ടാകും, പ്രായമായ ആളുകൾക്ക് ഉണ്ടാകും. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് പ്രായമായ ആളുകളെ നമ്മൾ കൂട്ടത്തിൽ അപമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ പറഞ്ഞു വന്നത്, ആസിഫ് അലി ഡിഡ്ന്റ് ഡിസേർവ് ദാറ്റ് ഇൻസൾട്ട്. രമേശ് നാരായണൻ കാണിച്ച ആ ഒരു തോന്നിവാസത്തിന് അർഹനായിരുന്നില്ല ആസിഫ് അലി ഒരിക്കലും. എന്നിട്ട് പോലും അദ്ദേഹം കാണിച്ചൊരു ജസ്റ്റ്, അദ്ദേഹം അവിടെ കീപ്പ് ചെയ്ത ആ ഒരു കാംനെസ്, അദ്ദേഹം ചിരിച്ച് അത് നേരിട്ടത്, അത് അപ്രീഷിയേറ്റ് ചെയ്യണം.